കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ക്യാമ്പസുകളിൽ MSFും KSUവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ വിഷയത്തിൽ ഇടപെടലുകൾ നടത്താൻ അവിടുത്തെ പ്രാദേശിക KSUവിന്റെ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ MSFുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലുള്ള പ്രശ്നങ്ങൾ MSFിന്റെ സംസ്ഥാന നേതൃത്വത്തെ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അവിടെ ക്യാമ്പസുകളിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം KSUവിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് അത്തരത്തിലുള്ളൊരു നിലപാട്, ഒരു വർഗീയ ചൊവ്വയോട് കൂടിയിട്ടുള്ള ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. അതിനെ സംസ്ഥാന കമ്മിറ്റി പൂർണ്ണമായിട്ട് നേരത്തെ തന്നെ നമ്മളത് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. കാരണം ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന, പ്രാദേശികമായ ഇടങ്ങളിൽ ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളെ അതിനെ മറ്റു തരത്തിലേക്ക് സാമാന്യവൽക്കരിക്കേണ്ടതില്ല. ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് അതിനെ SFI ഏറ്റെടുക്കുന്ന ഒരു നറേറ്റീവ് ഈ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായി കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്ക് വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് വലിയ പരാജയമുണ്ടായിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സമാനമായ രീതിയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നടന്ന MG യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 40 വർഷക്കാലമായി SFI അടക്കി ഭരിക്കുന്ന CMS കോളേജിൽ ഉൾപ്പെടെ KSU വിജയിച്ചു കയറാൻ സാധിക്കുന്നുണ്ട്. 21 വർഷക്കാലമായിട്ട് SFI അടക്കി ഭരിക്കുന്ന NSS രാജകുമാരി ഉൾപ്പെടെ നിരവധി ക്യാമ്പസുകൾ SFIയിൽ നിന്ന് തിരിച്ചുപിടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. SFIക്ക് ഈ വിഷയങ്ങളിലൊന്നും രാഷ്ട്രീയം നിലവിൽ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വർഗീയ ചൊവ്വയോടുകൂടി RSS പറയുന്ന അജണ്ടകളെ ഏറ്റുപിടിക്കുന്ന RSSന്റെ നാവായി അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ നാവായി കേരളത്തിലെ ഒരു വർഗീയ ചൊവ്വയോടുകൂടി സംസാരിക്കുന്ന തരത്തിലേക്ക് SFI പോകുന്നുണ്ട്. ആ നിലപാടുകൾ തിരുത്തപ്പെടണമെന്ന് പറയുകയാണ്. വിദ്യാർത്ഥി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ക്യാമ്പസുകളുടെ വിഷയങ്ങളും മറ്റിനെപ്പറ്റി സംസാരിക്കുക. ഈ മറ്റു തലങ്ങളിലേക്കുള്ള കേരളത്തിന്റെ മതേതര കാഴ്ചപ്പാടുകൾക്ക് വിള്ളലേൽക്കുന്ന തരത്തിലുള്ള SFI തുടരെ ഉണ്ടാകുന്ന വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നൊരു അഭിപ്രായം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായപ്പോൾ വളരെ ക്ലാരിറ്റിയോടുകൂടി KSU ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ്. MSFനെ ഒരു വർഗീയ സംഘടനയായും അതിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഒരു വർഗീയവാദിയുമായി ചിത്രീകരിക്കുന്ന നിലപാടിൽ നിന്ന് SFI പിന്നോട്ട് പോകണം. കാരണം അത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന്, സംഘപരിവാർ ഫാക്ടറികളിൽ നിന്ന് വരുന്ന ഒരു വിഷലിപ്തമായിട്ടുള്ള ഒരു വർഗീയ ഒരു ചിന്താഗതിയാണ്. ആ ചിന്താഗതി ഏറ്റെടുക്കാൻ പാടില്ല SFI. കാരണം കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് നിലനിൽക്കണമെങ്കിൽ, അത് മുന്നോട്ട് പോകണമെങ്കിൽ, മതേതരമായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിരന്തരം ഈ വർഗീയ ചുവയുള്ള സംസാരങ്ങൾ എല്ലാം ഒഴിവാക്കണമെന്നൊരു നിലപാട് SFI സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അവർ പിന്നെയും വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ പറയാനുണ്ടാകുന്ന സാഹചര്യം SFIക്ക് കൃത്യമായ രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ്. തുടരെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന തിരിച്ചടിയിൽ അവർ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് SFI ഇത്തരത്തിലുള്ള ഒരു നിലപാടിലുമായി മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റവും അടിയന്തരമായി അത് സ്റ്റോപ്പ് ചെയ്യണം. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥി വിഷയങ്ങൾ, എത്രയോ വിദ്യാർത്ഥി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന എത്രയോ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ അതിതീവ്രമായ വർഗീയ ചുവയോട് കൂടിയിട്ട് SFIയുടെ നേതാക്കന്മാർ അവരുടെ മാതൃസംഘടന പറയുന്ന നിലപാടുകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വർഗീയമായ വിഷലിപ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേരളത്തിന്റെ പൊളിറ്റിക്സിൽ പറയുന്ന ആളുകളാണ് CPMന്റെ നേതാക്കന്മാർ. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അവരുടെ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അത് എന്ത് ചെയ്യുന്നു? SFI അതിൽ നിന്ന് പിന്മാറണം എന്നാണ് KSUവിന് പറയാനുള്ളത്.